ഇന്ത്യൻ സിനിമ ഇന്നൊരു പുതിയ യുഗത്തിലാണ്. കുറച്ചു കാലം മുമ്പ് വരെ ബോളിവുഡ് തകർച്ച നേരിടുകയാണെന്ന് പറഞ്ഞവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് കേൾക്കുന്ന ആവേശരവം. ആവേശം മറ്റൊന്നുമല്ല, അത് ആദിത്യൻ ദർ രൺവീർ സിംഗ് കൂട്ടുകെട്ടിൽ പിറന്ന ദുരന്തർ 2 എന്ന സിനിമയുടെ വിജയഗാഥയാണ്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ട സ്പൈ തിയേറ്ററുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഹോളിവുഡ് നിലവാരത്തിലുള്ള മേക്കിംഗ്, ആരെയും മുൾമുനയിൽ നിർത്തുന്ന തിരക്കഥയാണ് ഈ ചിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സിനിമ എങ്ങനെയാണ് ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകളും തകർത്തതെന്നും എന്തുകൊണ്ട് ഈ ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറുന്നതും എന്നുമാണ്. 2025 പുറത്തിറങ്ങിയ ദുരന്തർ ആദ്യ ഭാഗം അവസാനിച്ച് എടുത്തുനിന്നാണ് രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ ഒരു സാധാരണ എഞ്ചിനീയറായി നായകൻ രണ്ടാം ഭാഗത്തെത്തുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ സ്ലീപ്പർ സെൽ വേട്ടക്കാരനായി മാറുന്നു. കറാച്ചിയിലെ അതിശക്തമായ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഇന്ത്യയിലെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വമ്പൻ സൈബർ ഫിസിക്കൽ അറ്റാക്കിനെ തടയാൻ നിയോഗിക്കപ്പെടുന്ന മിഷൻ ദുരന്തർ ആണ് ചിത്രത്തിന്റെ കാതൽ. ഇതിൽ കേവലം വെടിവെപ്പും ഇടിയും മാത്രമല്ല ഉള്ളത്, മറിച്ച് ബുദ്ധിപരമായ നീക്കങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയവും വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രൺവീർ സിംഗ് എന്ന നടന്റെ പ്രകടനമാണ്. നമ്മൾ ഇതുവരെ കണ്ട ഊർജ്ജസ്വലനായ രൺവീർ അല്ല ഇതിൽ. അങ്ങേയറ്റ ഗൗരവക്കാരനും മിതഭാഷിയും ലക്ഷ്യബോധമുള്ളവനായ ഒരു ഏജന്റാണ് അദ്ദേഹം ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത്. ശരീരപ്രകൃതിയിൽ വരുത്തിയ മാറ്റങ്ങൾ മുതൽ ആക്ഷൻ സീക്വൻസുകളെ കൃത്യത വരെ രൺവീറിനെ ഒരു ഇന്റർനാഷണൽ ആക്ഷൻ സ്റ്റാറായി ഉയർത്തിയിരിക്കുന്നു. ഷാരൂഖ് ഖാന്റെ പത്താൻ, ഹൃത്തിക് റോഷന്റെ വാർ എന്നിവയ്ക്ക് ശേഷം ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും മികച്ച ആക്ഷൻ ഹീറോ പരിവേഷമാണ് ദുരന്തറിലൂടെ രൺവീർ ലഭിച്ചിരിക്കുന്നത്. ആദിത്യൻ ദർ എന്ന സംവിധായകൻ ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ തന്നെ തൻ്റെ കഴിവ് തെളിയിച്ചതാണ്. എന്നാൽ ദുരന്തർ 2-ൽ അദ്ദേഹം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് ഉയർന്നു. സിനിമയിലെ ഓരോ ഫ്രെയിം അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ്. താരനിര പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജയ് ദത്ത് ചിത്രത്തിലെ വില്ലൻ വേഷത്തിൽ സഞ്ജയ് ദത്തിന് പകരം വെക്കാനില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യവും ശബ്ദവും തിയേറ്ററുകളിൽ വൻ കയ്യടി നേടി. ആർ മാധവൻ ബുദ്ധിമാനായ ഒരു റോ ഓഫീസറായി മാധവൻ എത്തുമ്പോൾ സിനിമയുടെ ഗൗരവം വർദ്ധിക്കുന്നു. അക്ഷയ് ഖന്ന ചടിലമായ നീക്കങ്ങളുമായി സിനിമയുടെ വേഗത നിലനിർത്തുന്നതിൽ അക്ഷയ് ഖന്നയുടെ കഥാപാത്രം വലിയ പങ്കുവഹിച്ചു. അർജുൻ രാംപാൽ ഒരു സപ്പോർട്ടിംഗ് റോളിനേക്കാൾ ഉപരി സിനിമയുടെ വരിത്തിരിവുകളിൽ പ്രധാനമായി അർജുൻ തിളങ്ങി. ഇനി നമുക്ക് കണക്കിലേക്ക് വരാം. ദുരന്തർ 2 വെറും ഒരു ഹിറ്റല്ല, ഇതൊരു ബോക്സ് ഓഫീസ് സുനാമിയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം 75 കോടി രൂപയും ആഗോളതലത്തിൽ 120 കോടിയും ചിത്രം നേടി. കേവലം 3 ദിവസം കൊണ്ട് 400 കോടി ക്ലബിൽ ഇടം പിടിച്ചു. റിലീസ് ചെയ്ത 10 ദിവസം ചിത്രം 1000 കോടി കടന്നു. ഷാരൂഖ് ഖാന് ശേഷം തുടർച്ചയായി 2 സിനിമകൾ 1000 കോടി കടത്തിയ ഒരേയൊരു താരം എന്ന റെക്കോർഡിൽ രൺവീർ സ്വന്തമാക്കി. നിലവിൽ 1850 കോടി രൂപ ആഗോള കളക്ഷൻ നേടിയ ചിത്രം അമീർ ഖാന്റെ ദംഗലിലെ പിന്നിൽ രണ്ടാമത്തെ വലിയ ഇന്ത്യൻ വിജയമായി നിലകൊള്ളുന്നു. മലയാളികൾക്ക് ഇന്നും നല്ല ആക്ഷൻ സിനിമകളോട് പ്രിയമുണ്ട്. അന്യഭാഷ ചിത്രങ്ങൾ കേരളത്തിൽ വലിയ വിജയം നേടുന്നത് സാധാരണമാണെങ്കിലും ദുരന്തർ 2 ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വലുതാണ്. കേരളത്തിൽ നിന്ന് മാത്രം 19 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. ഒരു ബോളിവുഡ് ചിത്രം കേരളത്തിൽ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണിത്. മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന അതേപോലുള്ള ഫാൻസും ഷോകളും ആഘോഷങ്ങളും ദുരന്തറിന് ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ്. സിനിമയുടെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്ന പ്രശസ്ത വിദേശ ക്യാമറമാനാണ്. കറാച്ചിയിലെയും യൂറോപ്പിലും ലൊക്കേഷനുകൾ അതിമനോഹരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. BGM അഥവാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ വേഗതയോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ ആക്ഷൻ സീക്വൻസും പ്രേക്ഷകരുടെ രക്തം തിളപ്പിക്കുന്ന തരത്തിലുള്ള സംഗീതമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു ആക്ഷൻ സിനിമ പ്രേമിയാണെങ്കിൽ ദുരന്തർ 2 നിങ്ങൾക്കൊരു വിരുന്നായിരിക്കും. രാജ്യസ്നേഹവും ആക്ഷനും വൈകാരിക നിമിഷങ്ങളും കൃത്യമായ അളവിൽ ചേർത്തൊരുക്കിയ ഒരു പാക്ക് മാസ് എൻ്റർടൈനറാണ് ഇത്. രൺവീർ സിംഗിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ മിസ് ചെയ്യാൻ പാടില്ല. ചുരുക്കത്തിൽ ദുരന്തർ 2 ഇന്ത്യൻ സിനിമയുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. വലിയ ബജറ്റും മികച്ച ആസൂത്രണവും ഉണ്ടെങ്കിൽ ഹോളിവുഡിനോട് കിടപിടിക്കുന്ന സിനിമകൾ നമുക്ക് നിർമ്മിക്കാം എന്ന് ഈ ചിത്രം തെളിയിച്ചു. നിങ്ങൾ എത്ര പേർ ഈ സിനിമ തിയേറ്ററിൽ കണ്ടു? നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ഇതിൽ ആരാണ്?
നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.